ഹായ് എവ്രിബഡി. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചായി ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ പ്രോഡക്ട്സ് കാണിക്കുന്ന പ്രോഡക്ട്സ് നല്ല രീതിയിൽ ഉപയോഗിച്ച് നോക്കാതെ നമുക്ക് അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും വൈകിയത്. അപ്പോൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തേതൊരു ആമസോൺ കിച്ചൺ ഹോൾ വീഡിയോ ആണ്. ആമസോണിൽ ഒരു സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ ഈ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചത്. പക്ഷേ സെയിൽ കാരണം കുറച്ച് പ്രൈസ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ലാഭത്തിനാണ് എല്ലാം കിട്ടിയത്. എന്നാൽ പോലും പ്രോഡക്ട്സ് എല്ലാം നല്ലത് തന്നെയായിരുന്നു. വാങ്ങിച്ച പ്രൈസും ഇപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് ഹൈക്ക് വന്നിട്ടില്ല. ഇപ്പോഴും ആ ലാഭത്തിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു കട്ടിംഗ് ബോർഡാണ്, ചോപ്പിംഗ് ബോർഡ്. ശരിക്കും ഞാനിത് വുഡൻ ടൈപ്പായിരുന്നു നോക്കിപ്പോയത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ളൊരു കളർ. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇത് ഗ്ലാസിൻ്റെ ചോപ്പർ ബോർഡാണ്. ഗ്ലാസിൻ്റെ ചോപ്പർ ബോർഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് മേടിക്കുന്ന സമയത്ത് എനിക്ക് ഇത്തിരി ഒരു പേടി ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയായിരിക്കും, ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? കാരണം നമ്മൾ എപ്പോഴും ഇതിൻ്റെ മേലെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഇത് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ടോ? അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ സാധനങ്ങൾ നമ്മൾ വളരെ ഫ്രജൈലായതുകൊണ്ട് സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രിക്കോഷൻസും കാര്യങ്ങളും ഒന്നും വേണ്ട ഇത് ഉപയോഗിക്കാനെന്ന് എനിക്കിത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. നമുക്കിത് വളരെ കംഫർട്ടബിളായിട്ട് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെയും വുഡൻ്റെയും ഒക്കെ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ ഉപയോഗിക്കാം. അത്യാവശ്യത്തിനുള്ള നല്ല ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ ഉണ്ട്, നല്ല വലിപ്പമുണ്ട്. അപ്പം എന്തായാലും ഇതൊരു ഡിസപ്പോയിൻറ്റിംഗ് ബൈ ആയിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്കും ഇത് ഇഷ്ടമാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു സെല്ലോയുടെ നോൺ സ്റ്റിക്ക് പാനാണ്. ഇതൊരു സ്ക്വയർ ഷേപ്ഡ് തവ പാനാണ്. ഇത് അയണിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ, കാസ്റ്റ് അയണിൻ്റെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ചില സമയത്ത് ഇൻഡക്ഷൻ ബേസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഈ നോൺ സ്റ്റിക്ക് വാങ്ങിച്ചത്. പേഴ്സണലി ഞാൻ അത്ര നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫാൻ അല്ല. പക്ഷേ നിങ്ങളിപ്പോൾ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിൻറ്റിംഗ് ബൈ ആയിരിക്കില്ല. കാരണം ഇത് നല്ലതാണ് കേട്ടോ. ഇത് ഈവൺ ആയിട്ട് ചൂട് നിൽക്കും, പെട്ടെന്ന് കയറി കരിയില്ല. ഇത് രണ്ടുമാണ് എനിക്കിത് ഉപയോഗിച്ചപ്പോൾ തോന്നിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള പ്ലസ് പോയിന്റ്. അടുത്ത ഈ സംഭവം നിങ്ങൾ നമ്മുടെ വീഡിയോസിൽ എപ്പോഴും ഇപ്പോൾ കാണുന്നതായിരിക്കും, ഒരു ബുദ്ധ ഹെഡ്. ഈ ബുദ്ധ ഹെഡ് ആക്ച്വലി എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഞാൻ എവിടെ ബുദ്ധ ഹെഡ് കണ്ടാലും വാങ്ങുന്ന ഒരാളാണ്. പക്ഷേ ഒത്തിരി വില കൊടുത്താണ് ഞാൻ എപ്പോഴും മേടിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് വളരെ ചീപ്പായിട്ട്, വളരെ ചീപ്പായിട്ട് എനിക്ക് കിട്ടിയ ഒരു പീസാണിത്. ജസ്റ്റ് 190 റുപ്പീസേ ഉള്ളൂ ഇതിന്. ആ പ്രൈസിന് ഇത് ഭയങ്കര വർത്തിട്ടാണ്. ഭയങ്കര ഈസ്തറ്റിക് ലുക്ക് ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. ബെഡ്റൂം, ലിവിങ് റൂം, ഇനി നമുക്ക് അഥവാ ഡൈനിങ് ടേബിളിൽ വെക്കണമെങ്കിൽ വെക്കാം, ഡ്രോയിങ് റൂമിൽ വെക്കാം, ഒന്നും വേണ്ട കിച്ചണിൽ വെക്കണോ കിച്ചണിലും വെക്കാം, എവിടെ വേണമെങ്കിലും. ഇതൊരു ആപ്റ്റായി പോകുന്ന ഒരു പീസാണ്. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു നൈഫാണ്. ഇത് കെറോട്ടിൻ്റെ ആണ്. കെറോട്ടിൻ്റെ കുക്ക് വെയർ ഞാൻ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്, നല്ലതാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ വലിയ സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു സാധനം ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ വെദർ ഇറ്റ് ഇസ് ഗുഡ് ഓർ നോട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നമ്മുടെ തസ്നീം താജ് ഹംഗ്രി ബെല്ലി തസ്നീമിത്താൻ്റെ ചാനലിൽ ഞാൻ ഈ ഒരു നൈഫ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഞാനിതെന്താ വാങ്ങായിരുന്നെന്ന് വെച്ചാൽ എഗെയിൻ ഇതിൻ്റെ കോട്ടിങ് ഇളകി പോവുമോ എന്നൊക്കെ ആയിരുന്നു എൻ്റെ പേടി. കാരണം ഇത്രയ്ക്ക് ഭംഗിയുള്ളൊരു നൈഫ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈനാണ്. ആ ഒരു സിട്രസ് ഡിസൈൻ ഓവർ ദ അക്വാ കളർ, അതാണ് ആ ഒരു നൈഫിനെ ഒത്തിരി സ്പെഷ്യലാക്കി നിർത്തുന്ന ഒരു കാര്യം. പിന്നെ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ, നല്ല മൂർച്ചയുള്ളൊരു സംഭവമാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞായിരുന്നു. നമ്മളൊരു ഡിസൈനൊക്കെ കാണുമ്പോൾ വിചാരിക്കും അത്രയ്ക്ക് ഷാർപ്പായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഷാർപ്പാണിത്. നമുക്ക് മീറ്റ്, ഫിഷ് ഒക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ അത്രയും തന്നെ ഇത് ഷാർപ്പാണ്. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു കെറ്റിലാണ്. ഇതൊരു സാധാരണ കെറ്റിലല്ല. ഇത് നമുക്ക് ഓവർ ദ സ്റ്റവ്, ഓവർ ദ ഫ്ലെയിം വെക്കാൻ പറ്റിയ ഒരു കെറ്റിലാണ്. സാധാരണ ഇങ്ങനത്തെ കെറ്റിൽസ് ഒക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ പേടി ഇത് പൊട്ടിപ്പോകും. കാരണം ഗ്ലാസ് ആണ്, ഫ്രജൈലാണ്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ മാത്രമേ ഇതിന് താങ്ങാൻ പറ്റൂ. സാധാരണ ഗ്ലാസ് നമുക്ക് വെക്കാനും പറ്റില്ല. ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയും മേക്കും അങ്ങനെയാണ്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ഇത് നിൽക്കാൻ പറ്റും. ആ ടെമ്പറേച്ചർ എക്സീഡ് ആയാൽ ഇതും പൊട്ടിപ്പോവും. അപ്പം ഞാൻ ഇതുപോലെ 2 എണ്ണം ഇതിന് മുമ്പ് വേറെ ബ്രാൻഡിൻ്റെ വാങ്ങിച്ചിട്ട് അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇതേപോലെ പൊട്ടിപ്പോയി. പക്ഷേ എല്ലാം തന്നെ ഞാനൊരു മീഡിയം ഫ്ലെയിമിനപ്പുറം വെച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഈ സംഭവം കൊള്ളാം. മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് വർക്കൗട്ടായി.
പിന്നെ ഞാനിത് എപ്പോൾ ഉപയോഗിച്ചാലും തിരിച്ചിത് നല്ലോണം പാക്ക് ചെയ്ത് വെക്കും. കാരണം ഇതിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ക്വാളിറ്റിയും പിന്നെ അതേപോലെ ഈ ഉള്ളിലുള്ള ഫിൽറ്ററിൻ്റെ ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻഡ് ആവണമെങ്കിൽ ഇത് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം. ഒരിക്കലും ഇത് സോഗി ആവരുത്. സോഗി ആയാൽ നമ്മൾ ഈ ഒരു ഫിൽറ്ററൊന്നും പിന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബ്ലൂ ടീ, പിങ്ക് ടീ, അതേപോലെ തന്നെ ഹെർബൽ ടീസ് ഒരുപാട് ടൈപ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ടീസ് വേണമെങ്കിലും ഉണ്ടാക്കാം. ടീസ് അല്ല, കോഫി വേണമെങ്കിലും കോഫി ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ പ്യുവർ ആയിട്ടുള്ള ലീവ്സോ ബീൻസോ ഒക്കെ നമുക്ക് ഇതിലിടാം. എന്നിട്ട് നമുക്ക് വെള്ളം ഇതിലൊഴിക്കാം. ഇതിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെച്ച് നമ്മൾ കുറച്ച് നേരം ഇത് ഓവർ ദ ഫ്ലെയിം വെക്കുമ്പോൾ നന്നായിട്ട് ആ എസൻസ് ഒക്കെ ഇറങ്ങും. പിന്നെ നമുക്കിതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് പിന്നെയും റീഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു ബൈ ആണ്. ആകെ എനിക്ക് തോന്നിയ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ പ്രൈസ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ട് അത്രയ്ക്ക് അങ്ങോട്ടും സൂട്ട് ആവാത്ത പോലെ തോന്നി. കാരണം ഇതിനകത്ത് മാക്സിമം പോയ ഒരു 2 പേർക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ഒരു 3 പേർക്ക്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ 2 ചായക്കുള്ള ഒരു വെസലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ബൊറോസിലിൻ്റെ ഈ ഒരു കണ്ടെയ്നറാണ്. ഒരു 500 ml ക്വാണ്ടിറ്റി വരുന്ന ഒരു സ്ക്വയർ ഷേപ്ഡ് കണ്ടെയ്നറാണ്. നല്ല ടൈറ്റ്ലി പാക്കിംഗ് ആയിട്ടുള്ള ഒരു ലിഡും ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ബൊറോസിലിൻ്റെ പാത്രങ്ങൾ പോലെ ഇത് ഓവൻ ഫ്രണ്ട്ലി ആണ്, ഫ്രിഡ്ജ് ഫ്രണ്ട്ലി ആണ്, ഫ്രീസർ ഫ്രണ്ട്ലി ആണ്. അപ്പം എന്ത് തന്നെയായാലും എനിക്കിത് നല്ലൊരു ബൈ ആയിട്ട് തോന്നി. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ലാമ്പാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചായി, പക്ഷേ ഇത് നല്ലൊരു വാം ലൈറ്റ് തരുന്ന ഒരു ലാമ്പാണ്. ആകെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയത് നമുക്കിതിലെ ലൈറ്റ് ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ചില ലാമ്പ് ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് വാം, ന്യൂട്രൽ, വൈറ്റ് ടോൺ ഒക്കെ ആക്കാൻ പറ്റും അക്കോർഡിംഗ് ടു ദ മൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ. നമുക്ക് അതിൻ്റെ ലൈറ്റ് ടോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഇതങ്ങനെ പറ്റത്തില്ല. ഇത് വാം ഷെയ്ഡാണ്, പക്ഷേ ഇത് നല്ല ഭംഗിയുള്ളൊരു വാം ഷെയ്ഡാണ്. നമ്മുടെ റൂമിനൊരു പ്രത്യേക തരത്തിലുള്ള ഫീലും എസൻസും ഒരു അറ്റ്മോസ്ഫിയറും നല്ല രീതിയിൽ അതിൻ്റെ എസ്തെറ്റിക് ബ്യൂട്ടി ഹൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു കുൽഫി മോൾഡാണ്. കുൽഫി മാത്രമല്ല, നമുക്കിതിൽ ഇഷ്ടമുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഐസ്ക്രീംസും ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ് എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നല്ല രീതിയിൽ ഫ്രീസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇതിനകത്ത് 6 എണ്ണമാണ് വരുന്നത്. അതേപോലെ 6 കളേഴ്സിലാണ് ഇതിൻ്റെ സ്റ്റിക്ക് വരുന്നത്. അത് തന്നെ എനിക്കിത് ഭയങ്കര കാണാൻ ക്യൂട്ടായിട്ട് തോന്നിയ ഒരു കാര്യം. ഇത് 6 കളേഴ്സിൽ വരുന്നത്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ആമസോൺ കിച്ചൺ ഹാൾ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് കാണിച്ച എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതുപോലത്തെ കണ്ടൻസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.